ഈ കഴിഞ്ഞ പിണറായി സർക്കാരിലുള്ള മന്ത്രിയും സ്പീക്കറും ഒക്കെ ഓരോരുത്തരായിട്ട് അവരവരുടെ ഭാഗം ന്യായീകരിച്ച് തങ്ങൾ സത്യസന്ധരാണെന്ന് നടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇതിന് തിലകൻ മറ്റേ സിനിമ പറയുന്നത് CID എസ്കേപ്പാണ്. CID എസ്കേപ്പ് ശരിയാണ്. കാരണം വീണ ഞാനല്ല, ജോർജ് അത് ഞാനല്ല എന്ന് പറഞ്ഞ് ഒഴിയാണ് എല്ലാവരും. വീണ ജോർജ് തന്നെ വധിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്ന് മൊഴി കൊടുത്തു. മൊഴി കൊടുത്തതിന് പിന്നാലെ സൈബർ സേനകളും സൈബർ ആക്രമണം മുഴുവൻ ഷംസീറിനെതിരെ. ഷംസീർ ഇപ്പം ഞാനല്ല, എൻ്റെ ഗർഭം ഇങ്ങനല്ല എന്ന് ജഗതി പറയുന്നില്ലേ, ആ അവസ്ഥയിലേക്ക് എത്തി. എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഷംസീർ എത്തി. കാരണം ഷംസീറിനെതിരെയാണ് ആക്ഷേപം മുഴുവൻ വന്നത്. അതെ, അദ്ദേഹമാണ് ഈ ബുദ്ധി ഉപദേശിച്ചു കൊടുക്കുകയും ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിച്ച ആൾ ഷംസീറാണെന്ന രീതിയിലാണ് പിന്നീട് സോഷ്യൽ മീഡിയയിൽ വിമർശനം ഉയർന്നത്. ഈ ഷംസീറിന്റെ ഇന്ന് വന്ന പ്രതികരണം വളരെ രസകരമാണ്, ശ്രദ്ധിച്ചായിരുന്നു. അതെ അതെ, യു ടേൺ അടിച്ചു അദ്ദേഹം. അതെ, യു ടേൺ അടിച്ചിട്ട് പറയുന്നത്, ഞാനൊരിക്കലും പറഞ്ഞില്ല വീണയെ വധിക്കാൻ ശ്രമിച്ചു, ആയുധം കൊണ്ട് ആക്രമിക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞിട്ട്. ആയുധം ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ കാണുമ്പോൾ മന്ത്രി അവസ്ഥയില്ല. അപ്പോൾ നിയമസഭാ സ്പീക്കർ എന്ന നിലയിൽ എൻ്റെ നിയമസഭാ അംഗത്തെ സംരക്ഷിക്കേണ്ട ബാധ്യത എനിക്ക്. സഭയുടെ രക്ഷകനാണല്ലോ അദ്ദേഹം. അപ്പോൾ അദ്ദേഹം കൂടുതൽ വികാര നിർഭരനായിട്ടാണ് പറയുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ വന്ദേ ഭാരതിൽ കയറി പോകാൻ എൻ്റെ മനസാക്ഷി എന്നെ അനുവദിക്കുന്നില്ല എന്ന് പോലും അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഈ സകല കുഴപ്പങ്ങളും ഷംസീറാണ് ഒപ്പിച്ചതെന്നുള്ള രീതിയിലാണ് പ്രചാരം മുഴുവൻ വന്നത്. അല്ല, അന്ന് സ്വാഭാവികമായിട്ടും ഉണ്ടായിരുന്ന മന്ത്രി സ്പീക്കർ സംസാരിച്ചതിന് ശേഷമാണ് പിന്നെ അവരുടെ വിധം മാറുന്നത് നമ്മൾ കാണുന്നത്. സ്വാഭാവികമായും എല്ലാവരും സ്പീക്കർ തന്നെ സംശയിക്കേണ്ടി വരും അന്നത്തെ കാലത്ത്. ഇതിനകത്ത് നമ്മളിതിൻ്റെ ഒരു ഒരു നാൾ വഴി പരിശോധിച്ച് പോയാൽ വീണ ജോർജ് ഒരു പൊളിറ്റീഷ്യൻ അല്ല. അതെ, അവർ ബേസിക്കൽ പൊളിറ്റീഷ്യൻ ഒരാളല്ല. അവർ ഒരു സാധാരണ ഒരു സ്ത്രീയായിരുന്നു. അതായത് അത്യാവശ്യം നല്ല വിദ്യാഭ്യാസമുള്ള, നല്ല ഒരു കോളേജ് ലെക്ചറർ പദവിയിൽ വഹിക്കേണ്ട ഒരാളായിരുന്നു. അവർ മാധ്യമപ്രവർത്തന രംഗത്ത് വന്നു. അത്യാവശ്യം മാധ്യമപ്രവർത്തന രംഗത്ത് മഹത്തായ സംഭാവനകളൊന്നും വീണ ജോർജ് നൽകിയതായിട്ട് എനിക്കറിഞ്ഞൂടാ. ഒരു അടിസ്ഥാനപരമായ മാധ്യമപ്രവർത്തകൻ പഠിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ്. അവർ പക്ഷേ നല്ലൊരു അവതാരകയാണെന്ന് തോന്നുന്നു. പക്ഷേ അവർ ലിറ്ററേച്ചറാണ്, നല്ല വിദ്യാഭ്യാസമുണ്ട്, ഭാഷ നന്നായിട്ട് സംസാരിക്കും, നല്ല ഇന്റർവ്യൂറാണ്, നന്നായിട്ട് സംസാരിക്കാൻ അറിയാം. നമ്മുടെ ശ്രീനാദേവി കുഞ്ഞമ്മയുടെ ഒരു പതിപ്പാണ്. അതുപോലെ തന്നെ ശ്രീനാദേവി ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. അപ്പം വീണ അതിസമർത്ഥയായ ഒരു ജേർണലിസ്റ്റ് എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ വീണ നല്ലൊരു ഇന്റർവ്യൂവർ. വീണ രാഷ്ട്രീയത്തിൽ ഇറങ്ങി മന്ത്രിയാതോടുകൂടിയാണ് ഇപ്പോൾ മാധ്യമരംഗത്ത് ഒരുപാട് പേർക്ക് ഇപ്പോൾ മോഹം വന്നിരിക്കുന്നതെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അത്. അപ്പോൾ വീണ ഒരു നന്നായിട്ട് ഇന്റർവ്യൂ ചെയ്യുന്ന ഒരാളാണ്. അപ്പം അഭിമുഖം നടത്താൻ മിടുക്കിയായിരുന്നു, വാർത്താ പ്രസന്റേഷൻ മിടുക്കിയായിരുന്നു. അല്ല, വീണ ഒരു മറ്റ് എന്താ പറയുന്നത്, പ്രായോഗിക രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, അത് വളരെ പ്രധാനപ്പെട്ട. അതെ, ഡെസ്ക് വർക്കോ പിന്നെ ഗ്രൗണ്ട് റിപ്പോർട്ടിങ്ങോ ഒന്നും ഒരാളല്ല. അത് ആ സമയത്ത് അന്നില്ലായിരുന്നു. ഇപ്പോഴത്തെ ഗ്രൗണ്ട് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ചുമ്മാ ഒരു മൈക്കും നോക്കി നടന്ന് അപ്പുറത്ത് എനിക്ക് ചേട്ടാ ആ വീട്ടിൽ നിന്ന് എന്തോ രാവിലെ കാപ്പിക്ക് എന്നൊക്കെ ചോദിക്കുന്നതാണ് ഇപ്പോഴത്തെ ഒരു മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത്. അത് ആ രീതിയിലേക്ക് മാറ്റി. അപ്പം അങ്ങനെയുള്ള വീണയ്ക്ക് ഈ രാഷ്ട്രീയ കാപട്യം അറിയില്ല. അതുകൊണ്ടാണ് അവർ പെട്ടെന്ന് തന്നെ അന്ന് അവിടെ പ്രതികരിച്ചത്. കുട്ടികളെ കരിങ്കൊടി കാണിച്ചപ്പോൾ ബുദ്ധിയുള്ള രാഷ്ട്രീയക്കാരൊരിക്കലും തമാശയോട് ചിരിച്ചോണ്ട് നേരിടുകയുള്ളൂ. പക്ഷെ ഇവരൊരു സാധാരണ സ്ത്രീയാണ്. പിന്നെ തനിക്കെതിരെ വരുന്ന കുഞ്ഞൊരു ആരോപണം പോലും സഹിക്കാത്ത ഒരാളായതുകൊണ്ട് അവർ ചാടിക്കേറി എന്തോടാ നിനക്കൊക്കെ എന്നുള്ള രീതിയിലേക്ക് അങ്ങോട്ട് പോയി. അല്ല, ഇതിനെക്കുറിച്ച് ഒരു രസകരമായ കഥയുണ്ട്. എൻ്റെ അടുത്ത് ഒരിക്കലും ഒരു RSSൻ്റെ ഒരു നേതാവ് നമ്മൾ പറഞ്ഞതാണ്. 1980 നായനാർ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഡൽഹിയിൽ കേരള ഹൗസിൽ അദ്ദേഹം ഉള്ളപ്പോൾ അവിടെ RSS പ്രവർത്തകർ പ്രതിഷേധിക്കാൻ തന്നെ മുറി ചെന്നു. അതായത് കയറ്റം ചെയ്യുന്ന ആദ്യം വാർത്ത കേട്ടെങ്കിലും അങ്ങനെ സംഭവിച്ചില്ല. ചെന്ന് പ്രതിഷേധിച്ചു, ആ പ്രശ്നമായി. അതിനുശേഷമാണെന്ന് തോന്നുന്നു ഈ കേരള പോലീസിൻ്റെ അവിടെ ഒരു ആളുകൾ നിയോഗിക്കാൻ തുടങ്ങി കേരള ഹൗസിൽ. അപ്പോൾ ഇത് വലിയ വിഷയമായി. അപ്പോൾ ഇത് വലിയ മുഖ്യമന്ത്രിയുടെ മുറി ചെന്ന് പ്രതിഷേധിക്കാമെന്ന് പറഞ്ഞ വലിയ സംഭവമല്ലേ. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ പിന്നീട് ഈ RSSകാർ തന്നെ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയായിട്ട് RSS നേതാക്കൾ ആരൊക്കെ ഇടപെട്ട് ചില മധ്യസ്ഥന്മാർ ഇതിൽ ചർച്ചയ്ക്ക് ഇത് ശരിയല്ലോ എന്ന് പറഞ്ഞ് സംസാരിക്കാൻ തയ്യാറ്. പക്ഷെ പലർക്കും വിഷയം ഉണ്ടായിരുന്നത് ഈ നായനൊരു പൊട്ടിത്തെറിക്കുകയും കാര്യം മുഖ്യമന്ത്രി മുറി കയറുന്നു പറഞ്ഞ് എല്ലാവരും ആകെ ടെൻഷനിലായിരുന്നു പോലും. പക്ഷെ ചെന്നപ്പോൾ നേരെ തിരിച്ചാണ് സംഭവിച്ചതെന്നാണ്. അദ്ദേഹത്തിന്റെ സ്വസ്ഥമായ ശൈലിയിൽ അദ്ദേഹം അതൊക്കെ പറയുകയും അതൊരു വലിയ സംഭവം എന്നല്ലാന്നുള്ള രീതിയിൽ സംസാരിച്ച് ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു. ഇന്നായിരുന്നെങ്കിൽ അത് അവസ്ഥ എന്തായി? പിണറായി വിജയൻ അങ്ങനെ ഇതുവരെ കേരള ഹൗസിൽ പോലീസൊന്നും ഇല്ല, എല്ലാം കൂടെ പ്രതിഷേധം ചെന്നിരുന്നെങ്കിലുള്ള അവസ്ഥ എന്തായിരുന്നേനെ? ഇത് നമ്മളെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ എന്താണ് ഇവർ പറയുന്നത്, ഇവർ സ്വാഭാവികമായിട്ട് തിരിച്ചു പോകുന്നു. പക്ഷേ ഇവർ ഷംസീറിനെ കണ്ടതിന് ശേഷമാണ് ഇവർ ഈ അഭിനയം തുടങ്ങിയത് എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് അങ്ങനെ തോന്നുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഷംസീർ പറഞ്ഞു എന്നാൽ പിന്നെ പോയി അഡ്മിറ്റ് ആയിക്കോ എന്ന് പറഞ്ഞു. അപ്പം നേരത്തെ വീണയ്ക്ക് ഈ പെടലിക്ക് അസുഖം ഉള്ളയാളാണ്, വേദനയുള്ളതാണ്, കോളർ ഇട്ടുകൊണ്ട് നടക്കുന്നത്. നമുക്ക് ഒരുപാട് സ്ട്രെസ് വരെയാണെങ്കിൽ നമുക്ക് ഈ
വേദന വരും, കഴുത്തിനും വയറ്റിനും ഒക്കെ ഈ പ്രശ്നം ഉണ്ടാവും സ്ട്രെസ് വന്ന. പിന്നെ പക്ഷേ ഈ മന്ത്രി നടന്ന് ബഹളം വയ്ക്കുന്നുണ്ടല്ലേ ഈ അതുകൊണ്ടുള്ള അതുകൊണ്ടുള്ള സ്ട്രെസ്സാണ് അതാണ് സംഭവിച്ചത്. സാപ്പട്ട സമരക്കാരോട് മുദ്ര വിളിച്ചിട്ട് പോകണം കൊച്ചു പിള്ളേരല്ലേ. മന്ത്രിയുടെ ബി പി കൂടിയപ്പോൾ അവർക്കുള്ള ഈ നടുവേദനയും കഴുത്തുളുക്ക് വേദനയും എല്ലാം കൂടെ വന്നു. അതാണ് സ്വാഭാവികം. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് CPM-ന്റെ ആ ഒരു കയ്യിലേക്ക് കിട്ടിയപ്പോൾ വീണ എന്ന് പറയുന്ന പൊളിറ്റീഷ്യൻ പ്രത്യേകിച്ച് അതിനകത്ത് പെട്ടുപോയി. വീണ എന്ന് പറയുന്ന പൊളിറ്റിക്കലി വലിയ നോളജ് ഇല്ലാത്ത വീണ, അതായത് രാഷ്ട്രീയ നാടകമാണ് അറിയാൻ വയ്യാത്ത വീണ അതിനകത്ത് പെട്ടുപോയി. അത് അവിടെയാണ് എല്ലാം സംഭവിക്കുന്നത്. വീണ രാഷ്ട്രീയ ഭാവിയെ പോലും ദോഷകരമായി ബാധിക്കുന്ന അവസ്ഥയിലേക്ക് അത് മാറ്റി എന്നുള്ള മറ്റൊരു കാര്യം. അപ്പൊ എന്തായാലും നമ്മൾ TV ലൈവായിട്ട് കണ്ടത് എന്താ? കാണുമ്പോൾ അവിടെ ആര് മാത്രമേ ഉള്ളൂ? ഷംസീർ മാത്രമേ ഉള്ളൂ. പാവം പിടിച്ച ഷംസീറിന് ഇത്തവണ സീറ്റ് പോലും കിട്ടിയിട്ടില്ല. ഈ രണ്ട് തവണ ജയിച്ച ഒരുപാട് സീറ്റ് കൊടുത്തു. എത്രയോ പേർക്ക് കൊടുത്തു. കാരണം സീറ്റ് കൊടുക്കേണ്ട ഒരു കാരണവശാലും കൊടുക്കരുതെന്ന് വിചാരിച്ചിരുന്ന ചില ആളുകൾക്ക് പോലും സീറ്റ് കൊടുത്തു. എങ്ങനെ ഷംസീറിനെ ഒതുക്കാമെന്ന് പിണറായി റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഷംസീർ ആയിരുന്നു ശരിക്കും മന്ത്രിസ്ഥാനത്തിന് അർഹൻ. സീനിയോറിറ്റി ഷംസീറിനായിരുന്നു. ഈ പിന്നെ ഇദ്ദേഹത്തിന് മുഹമ്മദ് റിയാസിനേക്കാൾ ആദ്യ തവണ അദ്ദേഹം ജയിച്ചു വന്നതേ ഉള്ളൂ. അതാണ്. ഷംസീറിനായിരുന്നു മന്ത്രിസ്ഥാനം കൊടുക്കുമ്പോൾ അത് കൊടുത്തില്ല. അന്ന് തൊട്ടേ ഷംസീർ അതൃപ്തിയിലാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്താ പറയുന്നത്, ഈ സ്പീക്കർ മാറുന്നത്. മന്ത്രിയാവുന്ന മൊത്തം അഴിച്ചുപണി എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം പോയപ്പോഴല്ലേ, കെ രാധാകൃഷ്ണൻ പോയപ്പോഴാണ് ഈ അഴിച്ചു പണിയുന്നു. ഇത് മൊത്തം വരുന്നു, ഇങ്ങനെ സ്പീക്കറാവുന്നു. സ്പീക്കറായിട്ടും ഷംസീർ ചില തീരുമാനങ്ങൾ പ്രതിപക്ഷത്തിന് അനുകൂലമായിട്ട് എടുത്തു. അപ്പം ഇത്തവണ വീണ്ടും ഷംസീറിനെ മത്സരിപ്പിക്കാതിരുന്നതിന് പ്രധാന കാരണം ഇത്തവണ മത്സരിച്ചാൽ മന്ത്രിയാക്കിയേ പറ്റൂ, ഭരണം കിട്ടിയ. അങ്ങനെ വരുമ്പം ചിലപ്പോൾ മുഹമ്മദ് റിയാസ് ജയിച്ചു വന്നാൽ മുഹമ്മദ് റിയാസിന് തുടർ മന്ത്രിസ്ഥാനം കിട്ടില്ല, രണ്ട് മുസ്ലിം പ്രാതിനിധ്യത്തിന്റെ പ്രശ്നം വരത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഷംസീറിന് പോകും എന്നുള്ള ഒരു വിഷയം. അതുകൊണ്ട് ഷംസീറിനെ ഒതുക്കാൻ വേണ്ടി ഒരു നാടകം നടന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് അനുമാനിക്കാം. ഇതൊരു വലിയ നാടകം തന്നെയാണ്. കാരണം കണ്ണൂർ CPM സംബന്ധിച്ചുള്ള അവർക്ക് ഇത്തരം തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ അസാമാന്യമായ കഴിവുള്ളവരാണ്. ആടിനെ പട്ടിയാക്കാനും പേപ്പട്ടിയാക്കാനും അസാമാന്യ കഴിവുള്ളവരാണ്. അവർ വളരെ തന്ത്രപൂർവ്വം അവർ ഇതിനെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റിയെടുത്തു എന്നുള്ളത് നമുക്ക് ഇന്ന് മനസ്സിലാക്കി. എനിക്കൊന്ന് MV ജയരാജനാണെന്ന് തോന്നുന്നു ആ തന്ത്രം ഉപദേശിച്ചത്. കാരണം അന്ന് അദ്ദേഹത്തിന്റെ ആ ഇത് കണ്ടില്ലായിരുന്നു. അതെ അദ്ദേഹം വളരെ ഇതെടുത്തിട്ട് മൊബൈൽ എടുത്തിട്ട് ഇങ്ങനെ കാണിക്കുകയാണ്, കണ്ടോ ഈ ആ കരിങ്കൊടിക്കിടയിലൂടെ ശ്രദ്ധിക്കൂ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. നമുക്ക് ഇത് കണ്ടിട്ട് ഇപ്പൊ നമുക്ക് ചിരിയടക്കാൻ പറ്റത്തില്ല. ഗറില്ല വാർഫെയർ കണ്ടിട്ടുണ്ടോടാ എന്ന് മമ്മൂട്ടി ഒരു സിനിമയ്ക്കകത്ത് ചോദിക്കുമല്ലോ, നീ ഗണ്ണ് കണ്ടിട്ടുണ്ടോടാ നീ ചോദിക്കുന്ന പറഞ്ഞ പോലെയാണ്. ഗോറില്ല വാർഫെയർ അദ്ദേഹം കണ്ടില്ല. ഇത് മറ്റേ ബൊളീവിയൻ കാടുകളിൽ ചെഗുവേരയും അവരും ഒക്കെ നടത്തിയ സംഭവമാണെന്നായിരിക്കും ഇവർ വിചാരിച്ചത്. എന്തായാലും ഈ സംഭവത്തിൽ ഷംസീറിനെ കുറ്റപ്പെടുത്തിയത് ഒരിക്കലും പ്രതിപക്ഷ സംഘടനകളാകാൻ സാധ്യതയില്ല, സ്വന്തം പാർട്ടിക്കാർ തന്നെയായിരിക്കും. ഇതിനകത്ത് ഷംസീറിനെ പെടുത്തിയിരിക്കുന്നത് CPM-കാർ തന്നെയാണ്. ഷംസീർ ഇന്ന് വികാരാധീനായതുപോലും അതുകൊണ്ടാണ്. ഷംസീർ ഇന്ന് എല്ലാവർക്കും നന്ദിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താ പിന്നെ പുള്ളിയുടെ ഒരു സ്റ്റഡി ക്ലാസ് കൂടെ ഉണ്ടായിരുന്നു, അത് ശ്രദ്ധിച്ചായിരുന്നോ? നിങ്ങൾ എന്തുകൊണ്ട് പിന്നെ സ്ത്രീകളെ, അതായത് നിങ്ങൾ യുവതികളെ ഇറക്കി എന്തുകൊണ്ട് സമരം ചെയ്തിട്ട്, നിങ്ങൾ യുവാക്കളെ എന്തിനാണ്, KC വിദ്യാർത്ഥിനികളെ നിങ്ങൾ ഇറക്കണമായിരുന്നു. അത് പിന്നെ വേറൊന്നുകൂടി പുള്ളി പറഞ്ഞു, സമരമാണെങ്കിൽ ചിലപ്പോൾ ജയിലിലൊക്കെ പോയെന്നിരിക്കും. ജയിലിൽ പോകാൻ തയ്യാറല്ലാത്തവൻ ഇപ്പടിക്ക് ഇറങ്ങരുത്. സത്യമാണ്, അതൊക്കെ ശരിയാണ്. പക്ഷേ അത് ഉള്ളതിന് വേണം ജയിലിൽ പോകാൻ. കള്ളക്കേസ് ചുമ്മാ കുടുക്കി പിള്ളേരെ കൊണ്ട് ജയിലിലിടരുത്. അതും KSUക്കാർ പിള്ളേർ, അവർ ഇത്രയും പേരെ അത്രയും ദിവസം ജയിലിലടച്ചു. 15 ദിവസം 16 ദിവസം കഴിഞ്ഞ് നമ്മുടെ സ്ത്രീകൾ സമരം നടത്തുമ്പോൾ വനിതാ പോലീസ് വരുന്നത് പോലെ വനിതാ നേതാക്കൾക്കെതിരെ പ്രതിഷേധിക്കണമെങ്കിൽ സ്ത്രീകളെ കൊണ്ടുവരണം എന്നുള്ളതാണ് അവർ പറയുന്നത്. ഈ സംവരണമാണ്. അവിടെ സംവരണം. അപ്പൊ നിങ്ങൾ വനിതകളെ മുന്നിൽ നിർത്തി വേണമായിരുന്നു ഗോറില്ല വാർഫെയർ നടപ്പാക്കാൻ. അത് തെറ്റിപ്പോയി. എന്തായാലും ഷംസീറിനെ പാർട്ടിക്കുള്ളിൽ ഒതുക്കി ഒരു മൂലക്കാക്കി. എന്നിട്ട് ആ പാവം പിടിച്ചവൻ ഇപ്പൊ സ്പീക്കർ സ്ഥാനം ഒഴിഞ്ഞ് ഇനിയിപ്പം MLA സ്ഥാനം ഒട്ട് കിട്ടത്തുമില്ല, MLA ആകാനും പറ്റിയിട്ടുമില്ല. ഇതെല്ലാം കൂടാഞ്ഞിട്ട് ഇത് അതുകൊണ്ട് അരിശം തീരാഞ്ഞവന പുരയുടെ ചുറ്റും വണ്ടി നടന്നു എന്ന് പറഞ്ഞ പോലെ ആ പാവം പിടിച്ചവന്റെ മണ്ടക്കോട്ട് ഇപ്പൊ പാർട്ടി സഹാക്കന്മാര് തന്നെ ഈ വീണയ്ക്ക് സംഭവിച്ച എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരവാദിത്തം ഷംസീർ ആണെന്ന് അവര് തന്നെ ഒരു നറേഷൻ അയച്ചു വിട്ടു എന്ന് വേണം നമ്മൾ കരുതാൻ.